ഒരാളെ നശിപ്പിക്കുക, മരണത്തിലേക്ക് തള്ളിയിടുക, അതിനുശേഷം അവരെയും കുടുംബത്തെയും അധിക്ഷേപിക്കുക, അതാണ് വെള്ളാപ്പള്ളി കുടുംബത്തിന്റെ പ്രത്യേകത. ഇത് പറഞ്ഞത് മറ്റാരുമല്ല, വെള്ളാപ്പള്ളിക്കാരുടെ ആത്മഹത്യ ചെയ്ത SNDP യോഗം കണിച്ചുകുളങ്ങര യൂണിയൻ സെക്രട്ടറിയുടെ മൈക്രോ ഫിനാൻസ് പദ്ധതി സംസ്ഥാന കോഓർഡിനേറ്ററായിരുന്ന KK മഹേശ്വരന്റെ ഭാര്യ ഉഷാദേവിയാണ്. വെള്ളാപ്പള്ളിയുടെ കാര്യങ്ങൾ പ്രവർത്തിച്ചു എന്ന് പൂർണ്ണമായും ഉറപ്പുള്ളതുകൊണ്ടും ഇതുവരെ ഉണ്ടായിരുന്ന പിണറായി സർക്കാർ അതെല്ലാം പൂഴ്ത്തിവെക്കാൻ അന്വേഷണം അട്ടിമറിച്ചു എന്നുള്ള വിശ്വാസം കൊണ്ടും ഉഷാദേവിക്ക് ഇനി ഒന്നേ ആവശ്യപ്പെടാനുള്ളൂ. തന്റെ ഭർത്താവിന്റെ മരണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം അഥവാ SIT രൂപവൽക്കരിച്ച് പുനരന്വേഷണം നടത്തണം. അത് ആവശ്യപ്പെട്ടുകൊണ്ട് ഉഷാദേവി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് പരാതി നൽകിയിരിക്കുകയാണ്. തീർത്തും വൈകാരികമായി ഏക ആശ്രയമായ തന്റെ ഭർത്താവ് നഷ്ടപ്പെട്ട തീരാവേദനയോടെയാണ് ഹരിപ്പാട്ടെ ചെന്നിത്തലയുടെ വസതിയിലെത്തി പരാതി നൽകിയത്. നമുക്കറിയാം, ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് കോൺഗ്രസ് നേതാവ് VM സുധീരൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. പക്ഷേ ഒരനക്കവും ഉണ്ടായിട്ടില്ല. ഇതിന് പിന്നാലെ തന്നെ കുടുംബവും മുഖ്യമന്ത്രിക്ക് കത്തു നൽകി. അതിനും ഒരനക്കവും ഉണ്ടായില്ല. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ ആത്മഹത്യ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ആവശ്യപ്രകാരം CBIക്ക് വിട്ടപ്പോൾ ഇത് അത്രയൊന്നും വേണ്ട, ഞങ്ങൾക്ക് കേരള പോലീസിൽ വിശ്വാസമുണ്ടെന്ന ഉറപ്പോടെ പ്രത്യേക അന്വേഷണ സംഘത്തെ ആവശ്യപ്പെടുന്ന ഉഷാദേവിയെ കേട്ടില്ലെന്ന് നടിക്കാൻ ഇനി UDF സർക്കാരിനുമാകില്ല. ഇതേക്കുറിച്ച് അന്ന് ചോദിച്ചപ്പോൾ പരാതിയുടെ പകർപ്പ് മാത്രമാണ് ലഭിച്ചത് എന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ മറുപടി. എങ്കിൽ ഇത് ഒറിജിനൽ പരാതി തന്നെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. നല്ല മൂർച്ചയുള്ള ആയുധം തന്നെ കയ്യിൽ കിട്ടിയ സ്ഥിതിക്ക് ഇനി രമേശ് ചെന്നിത്തലയ്ക്ക് പണി തുടങ്ങാം. നീതി കിട്ടുന്നതുവരെ കേസിൽ നിന്ന് പിന്മാറില്ലെന്ന് ഉഷാദേവി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞതും ഒരു യുദ്ധത്തിനുള്ള സന്നാഹം ഒരുക്കി തന്നെയായിരുന്നു. നവീൻ ബാബുവിന്റെ വിധവയെ മുഖ്യമന്ത്രി കേട്ടതുപോലെ മഹേശ്വരന്റെ ഭാര്യയിൽ നിന്നും കേസിനെ കുറിച്ച് മന്ത്രി വിശദമായി കേട്ടു. നിലവിലെ സ്ഥിതി അന്വേഷിച്ച് വേണ്ടത് ചെയ്യാമെന്നും ചെന്നിത്തല ഉറപ്പു നൽകുകയും ചെയ്യുന്നുണ്ട്. മഹേശ്വരൻ വെള്ളാപ്പള്ളിയുടെ ഭീഷണിയിൽ ആത്മഹത്യ ചെയ്തു എന്ന് പ്രധാനപ്പെട്ട നേതാക്കളും കുടുംബവും ഒന്നിച്ചു പറയുമ്പോൾ അതിൽ നിരപരാധിത്വം തെളിയിക്കുന്നതിന് പകരം ആ കുടുംബനാഥൻ നഷ്ടപ്പെട്ട കുടുംബത്തെ വീണ്ടും വീണ്ടും അധിക്ഷേപിക്കുകയാണ് വെള്ളാപ്പള്ളി ചെയ്യുന്നത്. ഇതെല്ലാം ചെയ്യുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ പ്രധാന സ്ഥാനത്ത് ഇരുന്നു കൊണ്ടാണ്. കേസിൽ നിന്ന് രക്ഷപ്പെടാനാണ് തുഷാർ വെള്ളാപ്പള്ളി ഇങ്ങനെ നിരന്തരം അധിക്ഷേപിക്കുന്നതെന്നും ഉഷാദേവി പറയുന്നുണ്ട്. KK മഹേശ്വരന്റെ മരണത്തിന് ശേഷം വീട് സന്ദർശിക്കുന്നത് നിരസിച്ചതോടെയാണ് 6 വർഷമായി അധിക്ഷേപിക്കുന്നത്. നിരന്തരം കുറ്റപ്പെടുത്തിയാൽ കേസിൽ നിന്ന് പിന്മാറുമെന്ന വിശ്വാസം ആയിരിക്കാം ആക്ഷേപം ചൊരിയുന്നത് എന്നും ഈ നഷ്ടപ്പെട്ടതിൽ കൂടുതൽ ഇനി ഒന്നും വരാനില്ലെന്നും പറഞ്ഞ ഉഷാദേവി ഒരു യുദ്ധപ്രഖ്യാപനം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ കുടുംബത്തെ മുഴുവനായി അധിക്ഷേപിച്ച് ഇല്ലാതാക്കി എന്നത് അവരുടെ സ്വഭാവമാണെന്നും തുറന്നടിച്ച് ഉഷാദേവി ഈ ധർമ്മ പോരാട്ടത്തിനിറങ്ങിയത് സുധീരൻ ഉൾപ്പെടെയുള്ള പ്രമുഖരുടെ പിന്തുണയോടുകൂടിയാണ് എന്നതും വ്യക്തമാവുകയാണ്. ഇനി ഇത് കണ്ടില്ലെന്ന് നടിക്കാൻ രമേശ് ചെന്നിത്തലക്കുമാകില്ല. ആലപ്പുഴ മർദ്ദനത്തിലും കാഫിർ സ്ക്രീൻഷോട്ടിലും ഒക്കെ SITയെ നിയോഗിച്ചതുപോലെ KK മഹേശ്വരന്റെ ആത്മഹത്യയിലും SIT അന്വേഷണം പ്രഖ്യാപിക്കാനാണ് സാധ്യത. ഇതോടെ തൂഫാനെ പിന്തുണച്ചും മന്ത്രിമാർക്ക് സദ്യ ഒരുക്കുകയൊക്കെ ചെയ്ത പൊക്കിത്തരത്തിൽ നിന്നും രക്ഷപ്പെടാമെന്ന് വെള്ളാപ്പള്ളിയുടെ മോഹം അസ്തമിച്ചു പോവുകയാണ്.